നമ്മളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ മോഡേൺ യുഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പം പുതിയ രീതിയിലുള്ള പണ്ട് കാലത്തൊക്കെ ആയിരുന്നാൽ നമുക്ക് പർച്ചേസിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യണമായിരുന്നല്ലോ. ഇപ്പം ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് ഏത് സമയത്തിരുന്നും ബിസിനസ് ചെയ്യാൻ പറ്റുന്നതും സെയിൽ ചെയ്യാൻ പറ്റുന്നതും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുകയാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നമ്മൾ എങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒത്തിരി കാര്യമായിട്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻസേ ഉള്ളൂ. അത് ബാക്കിയുള്ള ജസ്റ്റ് ഞാൻ പേര് പറഞ്ഞു പോവുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതൊക്കെ എന്താണെന്ന്. കാരണം ഇൻ്റർനെറ്റ് ത്രൂ ബിസിനസ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് ബാക്കോട്ടായിരുന്നെങ്കിൽ ഇൻ്റർനെറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പം ഇൻ്റർനെറ്റ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കൂടുതൽ അറിവുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ടായിരിക്കും എക്സ്പ്ലനേഷൻ തരേണ്ടി വരിക. അപ്പോൾ അത് വേണ്ട. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റർനെറ്റാണ്. അപ്പം നമുക്കിവിടെ ഇൻ്റർനെറ്റിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സാണ്. ഈ സെക്ഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇലക്ട്രോണിക് കൊമേഴ്സ്. അപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഇ-കോം ഒരു കാലഘട്ടത്തിലെ തരംഗമായിരുന്നു ഇ-കോം എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഇ-കൊമേഴ്സ് പഠിക്കാൻ പോകുന്നു, ഇ-കൊമേഴ്സിൽ ജോലി നേടുന്നു, ഒന്നും പറയേണ്ട ആകെ ബഹളമായിരുന്നു ഇ-കോം വന്നിടയ്ക്ക്. അപ്പോൾ ഇവിടെ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അല്ലേ. ഇ-കോം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ആരും നീട്ടി പറയില്ല, പകരം വളരെ ഷോർട്ടാക്കിയിട്ട് ഇ-കൊമേഴ്സ് എന്നാണ് പറയുന്നത്. ഇ-കൊമേഴ്സ് എന്ന് ഒരു കാലത്ത് പറയായിരുന്നു, ഇപ്പോൾ അത് വീണ്ടും ചുരുക്കി ഇ-കോം ആക്കി. അപ്പോൾ ഇ-കോം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇ-കൊമേഴ്സ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കണ്ടക്ടിങ് ബിസിനസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ എന്താണ് ഇ-കോം? ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് കൊമേഴ്സസ് എന്ന് പറയുന്നത് അല്ലേ. ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നടത്തുന്നു, ബിസിനസ്സുകൾ ചെയ്യുന്നു. ഇതെല്ലാം കൂടെ കൂടിയതാണ് എന്ത് പറയുന്നത്, ഇ-കോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതുപോലെ തന്നെ ഇ-കോമിനെ നമ്മൾ എന്തൊക്കെ പേരിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഇ ഷോപ്പിംഗ്, ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഇ ഷോപ്പിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പല പേരുകളിൽ ഇ-കൊമേഴ്സ് അറിയപ്പെടുന്നുണ്ട്. പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷം ബാക്കോട്ട് പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഇലക്ട്രോണിക് കൊമേഴ്സ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു തരംഗമായിരുന്നു. ഇപ്പോൾ പിന്നെ അച്ചാച്ചനും അമ്മൂമ്മയ്ക്കും വരെ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ കൊമേഴ്സ് ഉള്ളത് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇവിടെ മെയിനായിട്ട് ഈ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ കമ്പനീസ്. സാധാരണഗതിയിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് 2 കമ്പനികൾ തമ്മിൽ നെറ്റ് ത്രൂ കണക്റ്റഡ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് ബിസിനസ് ടു ബിസിനസ് ഉണ്ട്, കമ്പനീസ് ആൻഡ് ദെയർ കസ്റ്റമേഴ്സ് ഉണ്ട്. ബിസിനസ് ടു ബിസിനസ്സിനെ നമ്മൾ B2B എന്ന് അറിയപ്പെടുന്നു. പിന്നെ കമ്പനീസ് ടു കസ്റ്റമേഴ്സിനെ B2C എന്നറിയപ്പെടുന്നു, കസ്റ്റമർ ടു കസ്റ്റമറിനെ C2C എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ 3 മെത്തേഡുകളാണ് ഇലക്ട്രോണിക് കൊമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഈ 3 രീതിയിൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം B2B എന്ന് പറയുന്നത് എന്താണ്, പേര് തന്നെയുണ്ട് B2B എന്താണെന്ന്. B2B refers to interaction between a manufacturer and a supplier of materials അല്ലേ. B2B refers to interaction between manufacturer and supplier of material. അപ്പോൾ ഈ 3 പാരഗ്രാഫാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം മാനുഫാക്ചററും സപ്ലയറും തമ്മിലുള്ള കണക്ഷനാണ് B2B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ടു ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പം മാനുഫാക്ചർ ടു സപ്ലയർ ആണ്. ഓർ ബിറ്റ്വീൻ മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലർ. ഇനി ഒന്നല്ലെങ്കിൽ മാനുഫാക്ചർ ടു സപ്ലയർ ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചർ ടു ഹോൾസെയിൽ ആവാം, അല്ലെങ്കിൽ ഹോൾസെയിലർ ടു റീറ്റെയിലർ ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചർ ടു സപ്ലയർ ആകാം. ഈ 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും B2B. ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ മാനുഫാക്ചർ ടു സപ്ലയർ ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചർ ടു ഹോൾസെയിലർ ആവാം, അല്ലെങ്കിൽ ഹോൾസെയിലർ ടു റീറ്റെയിലർ ആവാം. അപ്പോൾ ഈ കാറ്റഗറീനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നു, B2B അഥവാ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നു. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ് ടു കസ്റ്റമറാണ്, അതായത് B2C ആണ്. അപ്പം B2C എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, മാനുഫാക്ചർ ടു റീറ്റെയിലർ ആവാം, ഒന്നല്ലെങ്കിൽ നേരിട്ട് മാനുഫാക്ചർ ടു റീറ്റെയിലർ ആവാം. ഇനി അതല്ലെങ്കിൽ എന്താണ്, മാനുഫാക്ചർ ടു റീറ്റെയിലർ ആണ് B2B പറയുന്നത്. അറ്റ് വൺ എൻഡ് ആൻഡ് ഇറ്റ്സ് കൺസ്യൂമേഴ്സ് ഓൺ ദി അതർ. അപ്പോൾ ഒന്നല്ലെങ്കിൽ റീറ്റെയിലർ ആവാം,
അല്ലെങ്കിൽ മാനുഫാക്ചർ ടു കൺസ്യൂമർ ആകാം. ഇതാണ് B2C എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ C2C ആണ്. അത് കസ്റ്റമർ ടു കസ്റ്റമർ ആണ്. അതെന്താണ് പറയുന്നത്? കസ്റ്റമർ ടു കസ്റ്റമർ എന്ന് പറയുമ്പോൾ അവിടെ C2C involve consumers at both ends dealing in goods for which there is no established market mechanism. അതായത് ഇപ്പം പിന്നെ മെക്കാനിസം ഈസ് ഇൻ ദ കേസ് വിത്ത് യൂസ്ഡ് ബുക്സ് ആൻഡ് ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ്. നമ്മളിപ്പം OLX നിങ്ങൾക്കൊക്കെ പറ്റിയുള്ളതാണ്. OLXിലൊക്കെ എന്താണ് ഓരോരുത്തരും ഉപയോഗിച്ചിട്ട് രണ്ടാമത് റീസെല് ചെയ്യാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പല സെക്ഷൻസ് ഉണ്ട് ഓൺലൈൻ ത്രൂ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കസ്റ്റമർ ടു കസ്റ്റമറാണ്. കാരണം അവർ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് അത് വീണ്ടും ചെറിയൊരു പൈസയ്ക്ക് കൂട്ടി വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കസ്റ്റമർ ടു കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പം രണ്ട് സൈഡിലും കസ്റ്റമറാണ് ഉള്ളത്. കാരണം കസ്റ്റമർ വാങ്ങിച്ച റീറ്റെയിലറിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമർ വാങ്ങിക്കുന്നത്. നമ്മളിപ്പം പിന്നെ നമ്മുടെ ഉള്ള ഏരിയയ്ക്ക് അല്ലെങ്കിൽ വില്ലേജ് സൈഡിലേക്കൊക്കെ ടൗണിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന കച്ചവടക്കാർ അവിടെ വന്നിട്ട് വീണ്ടും പിന്നെ അതിനേക്കാൾ ഒരു 2 രൂപ 3 രൂപയൊക്കെ കൂട്ടി സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ റീസെല്ലേഴ്സ് അതും അല്ലെങ്കിൽ ഓൺലൈൻ സെല്ലിങ് ഇതൊക്കെ C2Cയുടെ അണ്ടറിൽ വരുന്നതാണ്. പിന്നീട് ലിമിറ്റേഷൻസ് ഓഫ് ഇ-കൊമേഴ്സ് പറയുന്നുണ്ട്. ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് വിത്ത് കസ്റ്റമേഴ്സ്, ദ വെബ് ക്യാൻ പ്രൊവൈഡ് ഗുഡ് പിക്ചർ, അതിൻ്റെ ക്ലാരിറ്റി കുറവാണ്, പിന്നെ ട്രാൻസാക്ഷൻ്റെ ബുദ്ധിമുട്ട്, റിട്ടേൺ അടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് നേരിൽ ചെയ്ത് പല ഓൺലൈൻ സെയിൽസ് അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിങ് ഓഫ് സർവീസസ് ആണ്. ഔട്ട്സോഴ്സിങ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എല്ലാവരും യൂസ് ചെയ്ത് അതെല്ലാവരെയും സ്വായത്തമാക്കി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ത്രൂ ഉള്ള സെയിൽസ്, സർവീസസ്, വർക്ക് ഇതൊക്കെ ഒരുപാട് സ്മൂത്തായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഔട്ട്സോഴ്സിങ് ഓഫ് സർവീസസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ബിസിനസ് പ്രോസസ്സിങ് ഔട്ട്സോഴ്സിങ്, പിന്നെ എന്നുള്ളത് നോളജ് പ്രോസസ്സിങ് ഔട്ട്സോഴ്സിങ്. ഇങ്ങനെ 2 കാറ്റഗറിയാണ് ഈ പറയുന്ന ഔട്ട്സോഴ്സിങ് ഓഫ് സർവീസസിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പം 2006, 2007 ആ വർഷങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പിന്നെ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല പിന്നെ അതെന്താണെന്നും എങ്ങനെയാണ് അതിൻ്റെ വർക്കൗട്ട് ആവുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു. പിന്നീട് ഓൺലൈൻ ത്രൂ അതായത് ഇൻ്റർനെറ്റ് ത്രൂ നമ്മൾ സെയിൽസ്, പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ബേസിൽ ബിസിനസ് പ്രോസസ്സിങ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് സത്യത്തിൽ എന്ന് പറഞ്ഞു തരാം. ഈ അമേരിക്കയിലെ അതുപോലെയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള ലൈബ്രറീസ് എല്ലാം ഡിജിറ്റൽ യുഗമായി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറീസൊക്കെ ഡിജിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടി, ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബുക്കുകൾ മുഴുവൻ, ലൈബ്രറിയിലുള്ള ബുക്കുകൾ മുഴുവൻ സ്കാൻ ചെയ്ത് PDF രൂപത്തിൽ നമുക്ക് അയച്ചു തരും. നമ്മളതിനെ വീണ്ടും മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നോട്ട് പാഡ് ഉപയോഗിച്ചോ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന PDF പിക്ചേഴ്സ് ഉണ്ടല്ലോ, PDF പിക്ചേഴ്സ് നോക്കി നമ്മൾ വീണ്ടും അതേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് തിരിച്ച് നമുക്ക് അയച്ചു കൊടുക്കണം. അപ്പം വെറുതെ ടൈപ്പ് ചെയ്താൽ പോരാ, അവരുടെ കണ്ടീഷൻസ് ഉണ്ട്, ഇത് ഫോർമാറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ട്. പേജ് നമ്പർ ഹെഡിങ് ഇത്രയായിരിക്കണം, പാരഗ്രാഫിൻ്റെ സൈസ് ഇത്രയായിരിക്കണം, അലൈൻമെൻറ്റ് ഇങ്ങനെയായിരിക്കണം, പേജ് പിന്നെ A4 സൈസ് പേജിൻ്റെ മെഷർമെൻ്റ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളും ഒന്നുമില്ലാണ്ട് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പേപ്പറിന് 100-200 രൂപ വയ്ക്കുക, അത് കൂടുതലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ പെർ പേജിന്, ഒരു പേപ്പറിന് നല്ല പെർ പേജിന് അതുപോലെ റിട്ടേൺ കിട്ടുന്നതായിരുന്നു. പക്ഷെ അതുപോലെയുള്ള വർക്കുകൾ അവിടെയുള്ളവരെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിൻ്റെ പ്രത്യേകത, അവിടെ അവർ ബേസ്ഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 4 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അതിൽ കൂടുതൽ വർക്കായി കഴിഞ്ഞാൽ അവർക്ക് ഇൻകം കൂടുതലാണ്. അതുകൊണ്ട് ഒരു മാക്സിമം അവർക്ക് 4-5 മണിക്കൂർ മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഷിഫ്റ്റ് ബേസ്ഡിലാണ് വർക്കിംഗ് മുഴുവൻ വരുന്നത്. അതുകൊണ്ട് 1 മണിക്കൂർ നമുക്ക് എവിടെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 1 മണിക്കൂർ പോയി വർക്ക് ചെയ്ത് അതിൻ്റെ പൈസ വാങ്ങി. അപ്പോൾ 1 മണിക്കൂർ പണിയെടുക്കുമ്പോൾ തന്നെ അവിടെ 2000-3000 രൂപയായി. അതായത് അവരുടെ ഡോളറും നമ്മുടെ ഇന്ത്യൻ റുപ്പിയും തമ്മിൽ റേറ്റ് നോക്കുമ്പോൾ അവിടെ അത്രത്തോളം റേറ്റ് വ്യത്യാസം വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരെ തന്നെ, അവിടെ ഉള്ളവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേയ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻസിനെ പോലെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നതിനാണ് ബിസിനസ് പ്രോസസ്സിങ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ഒരു സെക്ഷൻ പറഞ്ഞിട്ട് അടുത്തത് പറയാം, KPO പറയാം.
അപ്പോൾ ഇവിടെ നീഡ് ഫോർ BPO, അതായത് ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിൻ്റെ നീഡ്സ് എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതെന്താണ്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ടിവിറ്റി, റിഡക്ഷൻ ഇൻ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി ഓഫ് ഫോക്കസ് ഇൻ കോർ ബിസിനസ്, അപ്ഡേഷൻ ഓഫ് ടെക്നോളജി, സ്റ്റിമുലസ് എൻ്റർപ്രണർഷിപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്സ്പേർട്ട്. അപ്പം വേറൊന്നുമല്ല ഇവിടെ വരുന്നത്. നമ്മളെ ഇന്ത്യൻസൊക്കെ ആകുമ്പോൾ ചെറിയ പൈസയ്ക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് അവർ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചയച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് മീഡിയേറ്റേഴ്സ് ഉണ്ട്. പേയ്മെൻറ്റ് കയ്യിൽ വരുന്ന പേയ്മെൻറ്റ് പിന്നെ ഇപ്പോൾ 500 രൂപയ്ക്ക് കിട്ടുന്ന പെർ പേജിന് 500 രൂപ കിട്ടുന്നവന് മറ്റൊരാൾക്ക് 400 രൂപയ്ക്ക് കൊടുക്കുന്നു, 400 കിട്ടുന്ന മറ്റൊരാൾക്ക് 300 രൂപയ്ക്ക് കൊടുക്കുന്നു. കാരണം ആർക്കും പണിയെടുക്കാൻ പറ്റത്തില്ല, എല്ലാവരും മറിച്ച് കൊടുത്ത് അവസാനം പെർ പേജിന് 10 രൂപ വെച്ച് കിട്ടുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. ആ നാട്ടിലുള്ള ജനങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിന് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അത് മറ്റു രാഷ്ട്രങ്ങളിലുള്ള ജനങ്ങളെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതാണ് ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് KPO ആണ്, അതായത് നോളജ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സ് ആണ്. ഇവിടെ നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ അഥവാ KPO എന്ന് പറയുമ്പോൾ നെറ്റ് ത്രൂ തന്നെ അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ലെവലിലുള്ള സ്കിൽസ്, മറ്റേതെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ആൾക്കാർക്ക് നെറ്റ് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു BPO എന്ന് പറഞ്ഞാൽ. പക്ഷേ KPO എന്ന് പറയുന്നത് ഓൺലൈൻ ത്രൂ അക്കൗണ്ടിങ് ചെയ്യുക, പിന്നെ ഓഡിറ്റിങ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ ടേംസിലുള്ള, അതായത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ഡോക്ടറാണ് ഇരിക്കുന്നത് കേട്ടോ, നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഒരു പിന്നെ ഓഡിയോ സ്പീക്കർ വെച്ചിട്ട് അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അപ്പോൾ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിലൂടെ കേട്ട് ഉടനെ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽഡായിട്ടുള്ള ജോലികൾ, അതായത് ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിൽ സ്കിൽഡായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു, മറ്റേതെന്ന് പറയുമ്പോൾ സാധാരണ സിമ്പിളായിട്ടുള്ള ഒന്നാണ്, എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലെവലിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ലെവലിൽ നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് KPO അഥവാ നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ BPO ആൻഡ് KPO ആണ്.